നമസ്കാരം. എഡിറ്റോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര ഇപ്പോൾ കുറേ ദിവസമായിട്ട് നടക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മളിന്ന് എഡിറ്റോറിയലിലേക്ക് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം അടുത്തൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ ഇങ്ങനെ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് പ്രതിപക്ഷ പാർട്ടികൾ എന്ത് ഭരണപക്ഷത്തിനെതിരെ പറഞ്ഞാലും അത് മാധ്യമങ്ങൾ വാർത്തയാക്കുന്ന ഒരു സമയമാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഒരു പ്രാധാന്യവും മാധ്യമങ്ങളിൽ കിട്ടാതെ പോകുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. നമ്മൾ തുടക്കം തന്നെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ജനുവരി 14 തീയതിയായിരുന്നു ഇവർ ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര ആരംഭിച്ചത് തന്നെ. പക്ഷേ തുടക്കത്തിൽ തന്നെ ആ ഒരു യാത്രയ്ക്ക് എന്തോ ഒരു തിരിച്ചടി നേരിട്ടത് പോലെയായിരുന്നു നമ്മൾ കണ്ടത്. അതിന് കാരണമെന്ന് പറയുന്നത് മണിപ്പൂർ വെച്ചിട്ടായിരുന്നു അവർ യാത്ര ആരംഭിച്ചത്. ഉദ്ഘാടനത്തിനായിട്ട് അവർ തിരഞ്ഞെടുത്തത് ഇംഫാലായിരുന്നു. ജനുവരി 14 അവർ ഭാരത് ജോഡോ ന്യായ് യാത്ര ആരംഭിച്ചത് മണിപ്പൂരിൽ നിന്നിട്ടായിരുന്നെന്ന് നമുക്കറിയാം. പക്ഷേ തുടക്കത്തിൽ തന്നെ തിരിച്ചടികളായിരുന്നു അവിടെ വെച്ചിട്ട് തന്നെ കോൺഗ്രസിന് നേരിടേണ്ടി വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മണിപ്പൂരിലെ ഇംഫാലിൽ വെച്ചിട്ടായിരുന്നു അവർ ഉദ്ഘാടന ചടങ്ങ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ മണിപ്പൂരിലെ സർക്കാർ അതിന് അനുമതി നിഷേധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പൊ തുടക്കത്തിൽ തന്നെ ഒരു തിരിച്ചടിയാണ് കോൺഗ്രസിന് അവിടെ നിന്ന് നേരിടേണ്ടി വന്നത്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഭാരത് ന്യായ് യാത്ര പറയുന്നതിന് മുമ്പ് ജോഡോ യാത്ര പറയണം. കാരണം ഭാരത് ജോഡോ യാത്ര തുടങ്ങി ആ യാത്ര കഴിയുന്നതോടെ തന്നെ കോൺഗ്രസിന്റെ കയ്യിലുള്ള എല്ലാ സീറ്റും കോൺഗ്രസിന് മിസോറാം അഴിച്ച് ബാക്കി എല്ലാ സീറ്റും കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോൾ മധ്യപ്രദേശ്, രാജസ്ഥാൻ അതൊക്കെ കോൺഗ്രസിന്റെ തന്നെ സീറ്റായിരുന്നു. അവിടെയൊക്കെ BJP വൻ വിജയമാണ് വെച്ചത്. അതൊക്കെ ഈ ഭാരത് ജോഡോ യാത്ര നടത്തി എന്താ പറയാ, ഭാരത് ജോഡോ യാത്ര നടത്തി കോൺഗ്രസിനെ കുറച്ചുകൂടി ശക്തിപ്പെടുത്താമെന്ന് വിചാരിച്ചു കൊടുത്ത് കോൺഗ്രസിന് വീണ്ടും തിരിച്ചടിയാണ് സീറ്റുകളുടെ പോലും പോകുന്ന ഒരു കാഴ്ചയാണ്. അതിന്റെ കൂടെയാണ് ന്യായ് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ കോൺഗ്രസിന് കണ്ടകശനിയാണ്. അടുത്തൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും ഡൽഹി കേന്ദ്രീകരിച്ചിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാം, അതായിരിക്കും സ്വാഭാവികമായിട്ടും ഓരോ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ മല്ലികാർജുൻ ഖാർഗെനെ പോലത്തെ ഒരു സ്ഥാനം പോലും രാഹുൽ ഗാന്ധിക്ക് ഇന്ന് കോൺഗ്രസിലില്ല. എന്നിട്ട് അത്രയും ഒരു സ്ഥാനം പോലും ഇല്ലാത്ത ഒരു നേതാവിന്റെ പിന്നാലെയാണ് എല്ലാ അണികളും എല്ലാ പ്രവർത്തകരും ഇപ്പം ഭാരത് ജോഡോ ന്യായ് യാത്ര എന്ന പേരിൽ പോകുന്നത്. നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും ഇനിയിപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് വരാറായിട്ട് പോലും അവരിതുവരെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടില്ല. അപ്പൊ അതില് അവർക്കൊരു അടുത്തൊരു തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര നടത്തുന്നതെങ്കിലും വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ്ങോ ഒന്നുമില്ലാതെ തന്നെയാണ് ഇത് നടത്തുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഭാരത് ജോഡോ യാത്ര തുടങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യ സഖ്യം പൊളിയാണ്. ആദ്യം തന്നെ നിതീഷ് കുമാർ പോയി. അവിടെ ഇന്ത്യ സഖ്യത്തിൽ മെയിനായി നിന്ന് അരവിന്ദ് കെജ്രിവാൾ, മമതാ ബാനർജി, ഇവർക്കൊക്കെ ആ പാർട്ടിയോട് തന്നെ ഒരു ഇത് വന്ന് മെയിനായിട്ട് BJPനെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ സഖ്യം തുടങ്ങുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ ഇന്ത്യ സഖ്യത്തിൽ തന്നെ കോൺഗ്രസ് അവരുടെ ആ പാർട്ടി തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഭാരത് ന്യായ് യാത്ര കൊണ്ട് കോൺഗ്രസ് തന്നെ അടപടലം തീർന്നുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഓരോ ദിവസവും ആരെ എതിർക്കാൻ വേണ്ടി ഇന്ത്യ സഖ്യം തുടങ്ങിയോ എന്നാ BJPയിലേക്ക് ആളുകൾ കുത്തൊഴുകുകയും ചെയ്യാണ്. ഇവിടെ ഇവരിലേക്ക് ഒരു അണികൾ പോലും എത്തുന്നില്ലാതെയാണ് പറയേണ്ടിയിരിക്കുന്നു. കാരണം മെയിനായിട്ട് പറയേണ്ട കാര്യം നിതീഷ് കുമാറിന്റെ BJPയിലേക്കുള്ള ഒരു തിരിച്ചുപോക്കായിരുന്നു. കാരണം ഈ ഒരു ഇന്ത്യ മുന്നണി രൂപീകരിച്ച സമയത്ത് എല്ലാ നേതാക്കളെയും വിളിച്ചു ചേർക്കുകയും അതിനൊരു നല്ല ശക്തമായിട്ടുള്ള ഒരു പിന്തുണ കൊടുത്ത ഒരു നേതാവ് തന്നെയായിരുന്നു നിതീഷ് കുമാർ. പക്ഷെ അദ്ദേഹം തന്നെ ഇവരിൽ നിന്ന് വേർപെട്ട് അത് അവിടേക്ക് ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര ബീഹാറിലേക്ക് എത്തുന്നതിന്റെ തലേ ദിവസമായിരുന്നു നിതീഷ് കുമാർ ഈ ഇന്ത്യ മുന്നണി വേണ്ടെന്ന് വെച്ചിട്ട് പഴയ തട്ടകമായ BJPയിലേക്ക് തന്നെ തിരിച്ചു പോയത്. അത് തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്കല്ല കോൺഗ്രസിനേറ്റ കനത്തൊരു തിരിച്ചടി തന്നെയാണ്. കാരണം അവര് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവിയൽ മുന്നണി പോലെ എല്ലാ പാർട്ടികളും കൂടെ ചേർന്നിട്ട് ഒരു പാർട്ടി രൂപീകരിച്ചത്. അതിന് നല്ല ബാക്ക് ബോൺ ആയിട്ട് നിന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു മുന്നണി ആയിരിക്കുന്നവർ തന്നെയാണ് പരസ്പരം പോരടിക്കുന്ന അവർക്ക് തന്നെ ഒരു ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇപ്പൊ
ഒരു ഇലക്ഷൻ നടത്തി അവർക്കൊരു സ്ഥാനാർത്ഥിത്വം കിട്ടിയാൽ തന്നെ എങ്ങനെയാണ് രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് അവർക്ക് തന്നെ ഒരു ധാരണയില്ല. തീർച്ചയായിട്ടും. അത് മാത്രമല്ല നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാവർക്കും ഒരു അധികാരം വേണം. അതിനു വേണ്ടി മാത്രമാണ് ഇവർ ഈ മുന്നണി രൂപീകരിച്ചതെന്ന് നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ടിയിരിക്കുന്നു. അവര് പരസ്യമായിട്ട് അവർ പറയുന്നത് ഇല്ല, നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം നല്ലതല്ല, അതുകൊണ്ട് നമുക്ക് അവരുടെ എന്തായാലും താഴെ ഇറക്കണം എന്നൊരു ലക്ഷ്യത്തിലാണ് ഇവരിങ്ങനെ പറഞ്ഞതെങ്കിലും നമുക്കിത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പറയാനുള്ള കാരണം നിതീഷ് കുമാർ തന്നെയാണ്. നിതീഷ് കുമാർ പോയ ഒരു സമയം എന്ന് പറയുന്നത് മല്ലികാർജുൻ ഖാർഗേനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട്, അവരുടെ പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മല്ലികാർജുൻ ഖാർഗെയെ പ്രഖ്യാപിച്ചതിന് ശേഷമായിരുന്നു നിതീഷ് കുമാർ ആയിരുന്നാലും BJP-യിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പം അവിടെ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ ഒരു അവിയൽ മുന്നണിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും അവരെ പാർട്ടി അവർക്ക് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥാനം ഈ ഇന്ത്യ മുന്നണിയിലായിരുന്നാലും വേണമെന്നുള്ളൊരു ആഗ്രഹം എല്ലാ നേതാക്കൾക്കും ഇതിൽ ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതും പറയട്ടെ, ന്യായയാത്ര പോകുമ്പോ ഇവർക്ക് പ്രധാനമായി കിട്ടേണ്ട മാധ്യമ ശ്രദ്ധ പോലും കിട്ടുന്നില്ല. തീർച്ചയായിട്ടും. ഇപ്പോ അയോധ്യേന്റെ ആ സമയത്ത്, പ്രാണപ്രതിഷ്ഠേന്റെ സമയത്ത് അസമില് രാഹുൽ ഗാന്ധി ചെയ്തത് ഒരു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തണം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഷോ നടത്തുക. അവിടെ അയോധ്യയിലുള്ള ശ്രദ്ധ ഇങ്ങോട്ട് തിരിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയത്. പക്ഷെ ഒന്നും നടന്നില്ല. അത് മാത്രമല്ല ഹിമന്ത ബിശ്വ ശർമ്മ വളരെ ഗുരുതരമായിട്ടൊരു ആരോപണം തന്നെ ഉന്നയിക്കുകയുണ്ടായി. രാഹുൽ ഗാന്ധിയുടെ ഒരു അപരൻ ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ ഉണ്ടെന്നായിരുന്നു അദ്ദേഹം ആരോപിച്ചത്. അപ്പം നമുക്ക് അത് ശരിയാണോ തെറ്റാണോ, നമ്മൾ ചില മാധ്യമങ്ങളിൽ അത്തരത്തിലൊരു അപരനുണ്ടെന്ന് നമ്മൾ കാണുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പം രാഹുൽ ഗാന്ധിക്ക് പോലും ഈ ഒരു യാത്രയോട് വലിയ താല്പര്യമില്ലേ എന്നുള്ളൊരു സൂചന തന്നെയാണ് തീർച്ചയായിട്ടും അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഇന്ത്യൻ മുന്നണിയിൽ തന്നെ തുടക്കം മുതൽ ഇവര് നരേന്ദ്രമോദി സർക്കാരിനെതിരെ രൂപീകരിച്ചതാണെങ്കിൽ പോലും തുടക്കം മുതൽ രഹസ്യമായിട്ട് ഒരുപാട് പൊട്ടലും ചീറ്റലും ഉണ്ടെന്നൊക്കെ നമ്മൾ പരസ്യമായിട്ട് അവസാനമായിട്ട് അരവിന്ദ് കെജ്രിവാളും മമതാ ബാനർജിയും തന്നെ പറഞ്ഞു അവർക്കിനി അങ്ങനെ ഒരു ആവശ്യമില്ല, ഒറ്റയ്ക്ക് മത്സരിച്ചോളാം. ആ ഒരു കൂട്ടായ്മയ്ക്കാണല്ലോ ആ മുന്നണി ഇതാക്കി. അതിപ്പോ നിതീഷ് കുമാർ, ഇപ്പൊ ഇന്ത്യ മുന്നണിന്റെ രാഹുൽ ഗാന്ധി ഉണ്ടെന്ന് പറഞ്ഞാലും ഇന്ത്യ മുന്നണിന്റെ പ്രഗത്ഭരായി നിന്നവരായിരുന്നു മമതാ ബാനർജി, അരവിന്ദ് കെജ്രിവാള്, നിതീഷ് കുമാർ. അവര് പോയ സ്ഥിതിക്ക് ആ സഖ്യം തന്നെ ഇല്ലാന്ന് തന്നെ മമതാ ബാനർജി തന്നെ പറഞ്ഞു, അത് മരിച്ചു, ഇന്ത്യ സഖ്യം 40 സീറ്റിൽ കൂടുതൽ കോൺഗ്രസിന് ഒരിക്കലും നേടാൻ പറ്റത്തില്ല, ഞങ്ങളുടെ പാർട്ടിയുടെ അത്ര പോലും കോൺഗ്രസിന് ഒരു അംഗബലം പോലും ഇല്ലാന്ന് മമതാ ബാനർജി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം കോൺഗ്രസ് അവർക്ക് കുറച്ചുകൂടെ നല്ലൊരു അംഗബലം കിട്ടണം, കുറച്ചുകൂടെ അവർക്ക് മുന്നിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചാണ് അവർ ഭാരത് ജോഡോ യാത്രയായിരുന്നാലും ഭാരത് ജോഡോ ന്യായ് യാത്രയായിരുന്നാലും അവർ നടത്തിയതിന്റെ മെയിൻ റീസൺ അതായിരുന്നു. പക്ഷേ അവർ ഓരോ യാത്ര നടത്തുമ്പോഴും അംഗബലം കൂടുകയല്ല, കുറഞ്ഞു വരികയാണ്. ഉള്ള അണികളെല്ലാം അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകി പോകുന്ന കാഴ്ചയ്ക്കാണ് നമ്മളിന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ രാഹുൽ ഗാന്ധി ദില്ലിയിൽ തന്നെ വേണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. പക്ഷെ രാഹുൽ ഗാന്ധിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആവശ്യമുള്ള സമയത്ത് ഒരു ഇത് അവിടെ ഉണ്ടാകത്തില്ല, അല്ലാത്ത സമയം മൊത്തം അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ആവശ്യമുള്ള സമയമാകുമ്പോൾ ഫുൾ യാത്രയാണ്, എല്ലാ സ്ഥലത്തും പോയി യാത്ര നടത്തുക, അങ്ങനെയുള്ളത്. അപ്പോൾ പോകുന്നോടത്ത് തന്നെ ലോക മണ്ടത്തരങ്ങളൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ ഇതിന്റെ തത്വമയി തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ടായിരുന്നു. സ്റ്റൗവിന്റെ പുറത്ത് വെച്ചിട്ട് ചായ തിളപ്പിക്കും, നമുക്കതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കൽക്കരിയിട്ട് തിളപ്പിക്കും എന്നൊക്കെ പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ എവിടെ പോയിരുന്നാലും നമുക്കറിയാം വേണുഗോപാൽ അങ്ങനെ ഒരുപാട് നേതാക്കൾ എപ്പോഴും രാഹുൽ ഗാന്ധിയുടെ കൂടെ കാണും. അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും തെറ്റ് പറഞ്ഞ് തിരുത്താനായിട്ട് ആരെങ്കിലും വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കുറേ നേതാക്കൾ എപ്പോഴും ചുറ്റിലും ഉണ്ടാവും. അപ്പം ഇങ്ങനെ ആന മണ്ടത്തരങ്ങളൊക്കെ മാത്രം പറയുന്ന ഒരു നേതാവിനെയാണോ ഇങ്ങനെ കോൺഗ്രസിന്റെ അംഗബലം കൂട്ടാനായിട്ട് അവരിങ്ങനെ ഭാരത് ജോഡോ ന്യായ് യാത്ര എന്ന പേരിൽ അയക്കുന്നത്? അത് കോൺഗ്രസ് എന്തോ ഒരു കാര്യം തീരുമാനിച്ചാൽ പോലും അവർക്കത് കൃത്യമായിട്ടൊരു പ്ലാനിങ്ങോടെയോ ഒന്നും അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ്. അത് മാത്രമല്ല, ഇപ്പം ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര പകുതിയിൽ വെച്ചിട്ട് ചിലപ്പം നിർത്താനുള്ള ഒരു സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് ഇപ്പം പുറത്തു വരുന്നുണ്ട്. അതുമാത്രമല്ല, പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും തിരിച്ചറിഞ്ഞ് അവർ കഴിഞ്ഞിട്ടുണ്ട് ഈ യാത്ര കൊണ്ടൊന്നും നേടാനായിട്ട് പോകുന്നില്ല. സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് സപ്പോർട്ട് കിട്ടുന്ന ഒരു അന്തരീക്ഷമല്ല ഇപ്പോൾ ഉള്ളത്. അവർക്ക് തന്നെ സംശയമുണ്ട് ഇപ്പൊ ഒരു ഇങ്ങനെ ഒരു യാത്രേന്റെ ആവശ്യമുണ്ടോ. കാരണം ഒരു മര്യാദയ്ക്ക് പോയിരുന്ന ഒരു പാർട്ടി ഉള്ളിൽ വിള്ളലുകൾ ഉണ്ടെങ്കിലും പക്ഷെ ഈ യാത്ര തുടങ്ങിയതോടെ ഓരോ അണികളായിട്ട് കൊഴിഞ്ഞു കൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇനി ഇപ്പം കിഴക്ക് നിന്ന് അവര് യാത്ര തുടങ്ങിയതായിരുന്നു. പടിഞ്ഞാറേക്ക് എത്തുമ്പോഴത്തേക്ക് ഇനി ആരൊക്കെ കാണുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അതുമാത്രമല്ല രാഹുൽ ഗാന്ധി ഇനി തിരിച്ച് വന്ന സ്ഥലത്ത് എത്തുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ കസേര തന്നെ അവിടെ കാണുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.